ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഞാനിന്നിവിടെ വന്നത് നമ്മൾ പോപ്കോൺ റെസിപ്പി ആയിട്ടാണ്. നമ്മൾ കടയിൽ നിന്നും പാക്കറ്റ് വാങ്ങാണ്ട് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് കാണിച്ചു തരാൻ. അപ്പോൾ അതിന് ഫസ്റ്റായിട്ട് ആവശ്യമുള്ളത് ഇങ്ങനെ പോപ്കോണിൻ്റെ ഇങ്ങനത്തെ പാക്കറ്റോ അല്ലെങ്കിൽ ലൂസായിട്ടോ വാങ്ങാൻ കിട്ടും സൂപ്പർ മാർക്കറ്റിൽ നിന്ന്, അത് മേടിക്കാം. എന്നിട്ട് നമുക്ക് ഇനി ആവശ്യമുള്ളത് ഓയിലാണ്. അപ്പോൾ ഇങ്ങനൊരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് അല്ലെങ്കിൽ നല്ലൊരു പാത്രം, നല്ല അടപ്പുള്ളൊരു പാത്രം അടുപ്പത്ത് വയ്ക്കുക. എന്നിട്ട് നമ്മൾ ഞാനിവിടെ ഇപ്പോൾ 2 ടേബിൾ സ്പൂൺ ഓയിലാണ് കേട്ടോ എടുക്കുന്നത്. വെളിച്ചെണ്ണ ഒന്നും എടുക്കുന്നത്, ഫ്ലേവർ ഇല്ലാത്ത എടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഒരു 2 ടേബിൾ സ്പൂണേ ഞാനിവിടെ എടുക്കുന്നുള്ളൂ. ഞാനൊരു 1/2 കപ്പ് പോപ്കോണാണ് എടുക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലോട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കുറഞ്ഞാൽ ചിലപ്പം അത്ര ഫ്ലേവറോ അത്ര ടേസ്റ്റോ കിട്ടില്ല. അപ്പോൾ ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഒരു ടീസ്പൂണിൻ്റെ അടുത്തിട്ട് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂണാണേ. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് 1/2 ടീസ്പൂൺ മഞ്ഞൾ. നിങ്ങൾക്ക് എത്രയാണോ നിങ്ങൾക്ക് ഫ്ലേവർ മഞ്ഞളിൻ്റെ ടേസ്റ്റ് വേണ്ടത് അപ്പോൾ അത്ര ഇട്ട് കൊടുക്കുക. ഞാൻ ഇപ്പോൾ ഒരു 1/2 ടീസ്പൂണേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് നമ്മളെ ഈ എടുത്ത് വെച്ചിരിക്കുന്ന പോപ്കോൺ അതിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി കൊടുക്കാം. ജസ്റ്റ് നന്നായിട്ട് എല്ലാ പോപ്കോണിലും ഓയിലും മഞ്ഞളും ഉപ്പും ആവുന്ന വിധത്തിൽ ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമുക്കതൊന്ന് ജസ്റ്റ് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് അടച്ചു വെക്കാം. ഈ ഒരു പരുവത്തിൽ ആവണം. ഇനിയിപ്പോൾ ടേസ്റ്റ് കൂട്ടണം എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടിയും ഓയിൽ ചേർത്ത് കൊടുക്കാം. മഞ്ഞളും ഉപ്പെല്ലാം കുറച്ചും കൂടി അധികമാക്കി കൊടുക്കാം. ഞാനിപ്പോൾ കുറച്ചിട്ടാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇനി നമ്മളത് മൂടി വെച്ചിട്ട് ഒരു പൊട്ടുന്ന സൗണ്ട് കേൾക്കുള്ളൂ, കുഞ്ഞായിട്ട്. അപ്പോൾ അതെല്ലാം മൊത്തത്തിൽ പോപ്കോൺ പൊട്ടിക്കഴിഞ്ഞ് ഇനി ഈ സൗണ്ടൊന്നും കേൾക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു 15 മിനിറ്റ് ഒന്നും വേണ്ട, അതിനുള്ളിൽ ഫുള്ളും പൊട്ടിത്തീരും. അപ്പോൾ തുറന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ പോപ്കോൺ റെഡി ആയിരിക്കും. അപ്പം നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് ജസ്റ്റ് ഒന്ന് ഈ കുക്കറൊന്ന് ഇളക്കി കൊടുത്തല്ല, അതായത് കുലുക്കി കൊടുക്കണം. ജസ്റ്റ് ഒന്ന് കയ്യിലെടുത്തിട്ട് അങ്ങനെയാണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. അപ്പോൾ പുറത്തുനിന്നൊക്കെ വാങ്ങുന്നതിനെക്കാട്ടി ബെറ്റർ ഇങ്ങനെ ചെയ്യുന്ന കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.